അതിര് കടന്നവൾ. അതെ, ഞാൻ അതിര് കടന്നവളാണ്. ആരോ ഉണ്ടാക്കിയ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയാൻ ആഗ്രഹിക്കുന്നവൾ. കാമക്കണ്ണുകൾ ഏൽക്കാത്ത രാത്രിയുടെ സൗന്ദര്യം കുതിക്കുന്നവൾ. സ്വന്തം അഭിപ്രായങ്ങളെ അതിരുകളാൽ അലങ്കരിക്കാൻ ആഗ്രഹിക്കാത്തവൾ. വ്യക്തിത്വം അതിരുകൾ ഭേദിക്കുന്നുവെങ്കിൽ അതെ, ഞാനും അതിര് കടന്നവളാണ്. ഒറ്റമരങ്ങൾ എന്നുള്ള കവിതാ സമാഹാരത്തിൽ പി വി ശ്രീകുട്ടി എഴുതിയ ഒരു കവിതയാണ് ഞാനിപ്പോൾ വായിച്ചത്. സ്വാഗതം ശ്രീകുട്ടി. പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പൊ ഞാൻ കോച്ചിങ് ഒക്കെ ഓപ്റ്റ് ചെയ്തത് അങ്ങനെയാണ്. ആദ്യം A+ന്റെ യൂട്യൂബ് വീഡിയോസ് ആണ് കാണാൻ തുടങ്ങിയത്. സൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ക്ലാസ് നല്ലോണം ഹെൽപ്ഫുൾ ആയിരുന്നു. ക്ലാസ് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, ഞങ്ങൾ ആരെങ്കിലും ഒക്കെ JRF വാങ്ങുമോ എന്നൊക്കെ അവർക്ക് ഇങ്ങനെ കളിയാക്കിയൊക്കെ ചോദിക്കുമായിരുന്നു. അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം, JRF ജനറൽ കാറ്റഗറി കട്ട് ഓഫിന് മുകളിൽ നേടി ക്വാളിഫൈ ചെയ്തു എന്നാണ്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റുന്നതേ ഇല്ല അല്ലെങ്കിൽ JRF എന്നുള്ളത്. കൊമേഴ്സിൽ JRF നേടിയതാണ് ഇന്ന് ഞാൻ ഇവിടെ എത്താനുള്ള കാരണം. ഒരുപാട് ആയിരക്കണക്കിന് പേരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രചോദക സംഭാഷകയാണ്. അതിലുപരി വായിക്കാൻ ഇഷ്ടപ്പെടുന്ന, എഴുതുന്ന, സിനിമകളെ സ്നേഹിക്കുന്ന ശ്രീകുട്ടിയുടെ ജേണി ഇതുവരെയുള്ളത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാമോ? ഞാൻ പഠിച്ചത് ഗവൺമെന്റ് കോളേജ് മാനന്തവാടിയിലാണ്. ഡിഗ്രിയും PGയും ചെയ്തത് അവിടെയാണ്. കൊമേഴ്സിലായിരുന്നു ഡിഗ്രിയും PGയും ചെയ്തത്. ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പാരൻസ് നല്ല സപ്പോർട്ടീവാണ്. അതുകൊണ്ടാണ് ഇവിടെ വരെ എത്താൻ സാധിച്ചത്. അത് കഴിഞ്ഞ് നെറ്റ് എന്നത് ആദ്യം, അതായത് PG തുടങ്ങുന്ന ടൈമിൽ നെറ്റ് എഴുതണമെന്നൊന്നും എൻ്റെ മനസ്സിൽ ശരിക്കും ഉണ്ടായിരുന്നില്ല. ശരിക്കും സിവിൽ സർവീസ് ആ ഒരു മേഖലയായിരുന്നു താല്പര്യം. അപ്പോൾ ആദ്യം ഞങ്ങളെ മിസ് ഒരു ദിവസം ക്ലാസ്സില് ജിനി മിസ് ജസ്റ്റ് ക്ലാസ്സിൽ എല്ലാവരോടും ചോദിച്ചു, നിങ്ങളൊന്നും നെറ്റിന് അപ്ലൈ ചെയ്യുന്നില്ലേ, എല്ലാവരും എഴുതുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം എഴുതാതെ ശരിയാവില്ലല്ലോ, പിന്നെ ഞാൻ എഴുതി വെക്കാന്ന് വിചാരിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റ്, അതായത് PG ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോഴായിരുന്നു ആദ്യം അറ്റംപ്റ്റ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ ജസ്റ്റ് സിലബസ് മാത്രം നോക്കി 1 വീക്ക് കൊണ്ട് വെറുതെ പോയി എഴുതിയതായിരുന്നു. പക്ഷെ അതിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യാതെ കുറച്ച് മാർക്ക് കിട്ടി. അപ്പൊ എനിക്കൊരു താല്പര്യം തോന്നി, നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നേടിയെടുക്കാം എന്നൊരു വിശ്വാസം ഉള്ളിലുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ സീരിയസ് ആയിട്ട് ആദ്യം A+ന്റെ യൂട്യൂബ് വീഡിയോസ് ആണ് കാണാൻ തുടങ്ങിയത്. അപ്പൊ തന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലായി. പിന്നെ എനിക്ക് സെക്കൻഡ് ഇയർ ഒന്നും പഠിക്കുമ്പം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അത് കുറച്ച് പ്രൊജക്ടിന്റെ കാര്യങ്ങളും പിന്നെ സെമ്മിന്റെ അതൊക്കെ ആയിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു PG കഴിഞ്ഞിട്ട് നോക്കാന്ന് വിചാരിച്ചു. PG കഴിഞ്ഞു 2-3 മാസം വീട്ടിലിരുന്നു. അപ്പോഴാണ് കോച്ചിങ് എടുത്തത്, ഓൺലൈൻ കോച്ചിങ് എടുത്ത് വീട്ടിലിരുന്ന് പഠിച്ചു. ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം, JRF ജനറൽ കാറ്റഗറി കട്ട് ഓഫിന് മുകളിൽ നേടി ക്വാളിഫൈ ചെയ്തു എന്നാണ്. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. എനിക്കറിയാം ശ്രീകുട്ടിയോട് അല്പനേരം സംസാരിച്ചതെന്ന് തുല്യത ആഗ്രഹിക്കുന്ന, മറ്റൊരു സിമ്പതിയും ആഗ്രഹിക്കാതെ തോളോട് തോൾ ചേർന്ന് നിന്ന് പൊരുതാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതില് I+ഉം അധ്യാപകൻ എന്നുള്ള നിലയിൽ വളരെ ചെറിയൊരു പങ്കാണ് ഞാൻ വഹിച്ചതെന്നറിയാം. ശ്രീകുട്ടിയുടെ മികവും പഠിക്കാനുള്ള ആഗ്രഹവും ബുദ്ധിശക്തിയൊക്കെയാണ് ഈ വിജയത്തിലേക്ക് എത്തിച്ചത്. അപ്പൊ ആ സന്തോഷത്തിൽ ഞങ്ങൾ കൂടി പങ്കുചേരുന്നു. ശ്രീകുട്ടിയുടെ ജേണിയിൽ പല ഡിഫിക്കൽട്ടികളും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും പഠിക്കുന്ന സബ്ജക്റ്റുകളിലെ ചില ടോപ്പിക്കുകളാണെങ്കിലും പേപ്പർ 1 ചില ടോപ്പിക്കുകൾ ഡിഫിക്കൽട്ട് ആണല്ലേ, കൊമേഴ്സിൽ ഡിഫിക്കൽട്ട് ആണെന്ന് കുട്ടികൾ പറയാറുണ്ട്. അപ്പോ ഈ ഒരു പരിമിതികളെ പറ്റി വിജയികളോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യം, വിജയിച്ചു കഴിയുമ്പോൾ പറയാം അവള് പഠിക്കാൻ മിടിക്കായിരുന്നു അതുകൊണ്ട് അവള് പാസ്സായി. എന്നാൽ വന്ന ഹാർഡ്ഷിപ്പുകൾ പലപ്പോഴും ആരും നോക്കാറില്ല, ഓവർലുക്ക് ചെയ്യുന്ന ഒരു കാര്യം. എന്നാൽ ആ പരിമിതികൾ അറിയുന്നതും അത് അതിജീവിച്ചത് എങ്ങനെയെന്ന് അറിയുന്നതും ഇനി മുന്നോട്ട് വരുന്ന വിദ്യാർത്ഥികൾക്ക്, ഇത് കാണുന്നവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അവരോടൊന്ന്
പറയാമോ ഈ ജേർണിയിലെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടൈംസ് കാര്യങ്ങൾ അതുപോലെ സബ്ജക്ട് ഏരിയകളിലെ ഡിഫിക്കൽട്ടി അത് കഴിഞ്ഞ് അതെങ്ങനെ അതിജീവിച്ചു എന്നുകൂടി പറയുമ്പോൾ നമുക്കത് പൂർത്തിയാക്കാം. ഞാനൊരു ജൂലൈ ലാസ്റ്റ് ആയിരുന്നു ഞാൻ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ സെൽഫായിട്ടായിരുന്നു ജസ്റ്റ് ആദ്യം തുടങ്ങിയത്. ജസ്റ്റ് ഞാൻ തന്നെ ഒരു ടൈം ടേബിൾ എടുത്തു, ആദ്യം ജസ്റ്റ് വായിച്ചു നോക്കി. അപ്പോഴാണ് ഇത് ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് മനസ്സിലായത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോഴാണ് ഞാൻ കോച്ചിങ് ഒക്കെ ഓപ്റ്റ് ചെയ്തത് അങ്ങനെയാണ്. കൂടുതലായിട്ടും ഡിഫിക്കൽട്ടീസ് ഉണ്ടായത് ജനറൽ പേപ്പറിനാണ്. കാരണം ഞാൻ ടച്ച് ചെയ്യാത്ത ഒരുപാട് ഏരിയാസ് ഉണ്ട്. അതായത് ഞാൻ കൊമേഴ്സ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഹയർ എഡ്യൂക്കേഷനും അതുപോലെ പീപ്പിൾ ആൻഡ് ഡെവലപ്മെന്റും ഒക്കെ കുറച്ചൊരു ടഫായിരുന്നു. ടഫ് എന്നല്ല, കുറച്ച് വൈഡായിരുന്നു. അതായത് ഞാൻ കേട്ടിട്ടില്ലാത്ത ടോപ്പിക്സ് പോലും ഉണ്ടായിരുന്നു. ആദ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു. ക്ലാസ്സൊക്കെ കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ ഞാനിങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു നോട്ടൊക്കെ വാങ്ങി ഷോർട്ട് നോട്ട് ഉണ്ടാക്കും. ഞാൻ ക്ലാസ് കേൾക്കും, പിന്നെ നോട്ട് വായിക്കും. നോട്ട് വായിച്ചതിന് ശേഷം പിന്നെ വേണ്ടത് മാത്രം ഓക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത് മാത്രം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കും. പിന്നെ ഒരു വീക്കിലി ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യും. നമ്മൾ പറയുന്ന ആ ഒരു കാര്യം തന്നെ അല്ലേ, വീക്കെൻഡ് റിവിഷൻ മന്ത് എൻഡ് റിവിഷൻ ഒക്കെ കൃത്യമായിട്ട് ചെയ്തു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയിരുന്നു, അതെങ്ങനെയായിരുന്നു? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ അധികം നോക്കിയിട്ടില്ല. കാരണം ഞാൻ ആദ്യം നോക്കിയപ്പം എനിക്ക് അധികം ഒന്നും കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് ഭയങ്കര കുറഞ്ഞു പോയി. അപ്പൊ ഭയങ്കര നെഗറ്റീവ് ആയി പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ പഠിക്കാതെ വേഗം നോക്കിയിട്ട് കാര്യമില്ല. കാരണം നമുക്ക് തന്നെ നമ്മളുടെ ഒരു കോൺഫിഡൻസ് കുറയും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്കൊരു ജസ്റ്റ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടേ പറ്റൂ. ഒരിക്കലും ഞാൻ റിപ്പീറ്റേഷൻ കണ്ടിട്ടേ ഇല്ല. റിപ്പീറ്റേഷൻ ഇല്ല. നെറ്റ് പരീക്ഷയിലെ പലപ്പോഴും പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. വിദ്യാർത്ഥികളോട് നമ്മളും പറയാറുണ്ട്, വെറുതെ പോയി കുറെ PYQ നോക്കിയിട്ട് കാര്യമില്ല, പഠിക്കുക. പഠിച്ചു കഴിഞ്ഞ് PYQ നോക്കുമ്പോ എങ്ങനെ ചോദ്യങ്ങൾ വരും എന്നൊരു ധാരണ. ഒരു ഓവർവ്യൂ നോക്കിയായിരുന്നു, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയില്ല. ഞാൻ ജസ്റ്റ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമായിരുന്നു. നമ്മുടെ JRF ടെസ്റ്റ് സീരീസിൽ എല്ലാ ദിവസവും ജസ്റ്റ് 5 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ വീതമെങ്കിലും എടുക്കും. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കും. അപ്പം എനിക്ക് അറിയില്ലാത്ത കാര്യമാണെങ്കിൽ ഞാൻ എഴുതി വെക്കും. എന്നിട്ട് ഞാൻ ആരോടെങ്കിലും ചോദിക്കും. അങ്ങനെയൊക്കെയായിരുന്നു പഠിച്ചു വന്നത്. നമ്മുടെ അക്കാഡമിക് കോർഡിനേറ്റേഴ്സിനോടാണെങ്കിലും റിപ്ലൈ അതാ സമയത്ത് എന്റെ അടുത്ത് വന്ന് ഞാൻ റിപ്ലൈ തരാം. അതെ. പിന്നെ കൊമേഴ്സില് അധികം ഡൗട്ട്സ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ക്ലാസ് നല്ലോണം ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം നമുക്ക് ഷോർട്ട് ആയിട്ടല്ലേ കിട്ടേണ്ടത്. ഇപ്പൊ ഇൻകം ടാക്സ് ഒക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു ടെക്സ്റ്റ് ആണ്. ഒരു 500-600 പേജ് സെമസ്റ്റർ മുഴുവൻ പഠിക്കുന്ന കോഴ്സാണല്ലോ, വലിയൊരു ടെക്സ്റ്റ്. അപ്പൊ അത് മൊത്തം പഠിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത് ഏതൊക്കെയാണ് വേണ്ടാത്തതെന്നൊക്കെ നല്ല ഡൗട്ട് ഉണ്ടാവും. അതുപോലെ ബിസിനസ് സ്റ്റഡീസ് ആണെങ്കിലും അക്കൗണ്ടിങ് ആണെങ്കിലും ഒക്കെ സബ്ജക്ട് നമ്മൾ ടെക്സ്റ്റ് തന്നെ പഠിക്കുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ടാവും. അപ്പൊ വീഡിയോസ് ആണെങ്കിൽ ഒരു ഷോർട്ടായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏരിയാസ് മാത്രം എടുത്ത് നോക്കുമ്പോൾ അത് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ടെക്സ്റ്റുകളാണ് കൂടുതൽ റെഫർ ചെയ്തത്. നമ്മുടെ ഡിഗ്രീൻ്റെ ടെക്സ്റ്റ് തന്നെയാണ്. ഗൈഡൊന്നും ഞാനിങ്ങനെ നോക്കിയിട്ടില്ലായിരുന്നു. ഗൈഡ് നോക്കിയപ്പോൾ ഭയങ്കര വാസ്റ്റ് ആയിരുന്നു. പിന്നെ ഭയങ്കര എന്താണ് പലപ്പോഴും കാണും, ടൈം വേസ്റ്റേജ് ആണ്. കുട്ടി പറഞ്ഞ കാര്യങ്ങളാണ് എനിക്കും പറയാനുള്ളത്. നമ്മളെപ്പോഴും റെഫർ ചെയ്യുകയാണെങ്കിൽ ഒതന്റിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നോക്കുക. ക്വസ്റ്റ്യൻ വർക്കൗട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഫ്രീ ടെസ്റ്റ് സീരീസിൽ 5 ചോദ്യങ്ങൾ അതിൽ വരാറുണ്ട്. അപ്പോൾ കുട്ടികൾ അത് ഈ വീഡിയോ കാണുന്നവർക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളൊന്നും പേ ചെയ്ത് കോച്ചിങ് എടുക്കേണ്ട ആവശ്യമില്ല. ശ്രീകുട്ടിയും തുടക്കത്തിലെങ്കിലും നമ്മുടെ വീഡിയോകൾ കണ്ടായിരുന്നല്ലോ, ആദ്യത്തെ അറ്റംപ്റ്റിൽ ആ ഒരാഴ്ച പ്രിപ്പറേഷൻ നടത്തിയത്. എന്തായാലും സന്തോഷം ഈ കാര്യങ്ങൾ പറഞ്ഞാൽ. അതുപോലെ ഒരു കാര്യം ചോദിക്കട്ടെ, കണക്ക് പൊതുവെ എല്ലാവർക്കും പാടാന്ന് പറയും. ശ്രീകുട്ടിക്ക് താരതമ്യേന എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു. കണക്ക് പഠിക്കാനായിട്ട് എന്തെങ്കിലും പ്രത്യേകം ചെയ്തിരുന്നോ? പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച DI ഒക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നോ? അതെങ്ങനെയായിരുന്നു? പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഞാൻ ജസ്റ്റ് ഫോർമുല നോക്കിയിട്ട് സെൽഫായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യും. ഫോർമുല പഠിച്ചു വെക്കലല്ല. ഇപ്പൊ ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഒരേപോലത്തെ അല്ല, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റേജ് തന്നെ പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഒരേ ക്വസ്റ്റ്യൻസ് കുറേ ടൈം നോക്കില്ല.
ഒരേ ക്വസ്റ്റ്യൻ ഒന്നോ രണ്ടോ പ്രാവശ്യം. ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ അത് അവിടെ വിടും. അതെ, എന്നാ അതിനെ ഒരു വെറൈറ്റി ചോദ്യം കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ചെയ്യും. അതെ. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ഒരു എത്ര സെറ്റ് ചെയ്ത് നോക്കിയിരുന്നു ഒരു ഓർക്കാൻ പറ്റുന്നെങ്കിൽ? ഒരു 10-നുള്ളിൽ ചെയ്തിട്ടുണ്ട്. ഒറ്റേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ മാത്സ് കുഴപ്പമില്ലാതെ എനിക്ക് അത്യാവശ്യം അല്ല, 10 തന്നെ ഒരു നല്ല നമ്പർ ഓഫ് സെറ്റ്സ് ആണ്. പരീക്ഷയ്ക്ക് ഇപ്പോ തയ്യാറെടുക്കുന്നവരിൽ എത്ര പേര് 10 സെറ്റിലധികം DI ചെയ്തിട്ടുണ്ടാവും ചോദിച്ചാൽ വളരെ കുറവാവും. വ്യത്യസ്തമായ പാറ്റേണിലുള്ളത് ചെയ്തു കഴിഞ്ഞാൽ അത് മതി. ഇത്തവണത്തെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ കുറച്ച് ടഫായിരുന്നു. അതെ, കുറെ ലോങ് കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാനത് കണ്ടിരുന്നു. അപ്പൊ അതിനെ എങ്ങനെ പരീക്ഷാ ഹോളിൽ ടാക്കിൾ ചെയ്തു അതുകൂടെ കേൾക്കട്ടെ. ഫസ്റ്റ് ഞാൻ ആ ക്വസ്റ്റ്യനെ കണ്ടത്. നമുക്ക് ഫസ്റ്റ് ഡാറ്റ, അതെ അതെ, ആദ്യം 5 ചോദ്യം അത് വരും. അപ്പം ഇതുവരെ കാണാത്ത ക്വസ്റ്റ്യൻ, അതായത് ഇതുവരെ പ്രാക്ടീസ് പോലും ചെയ്ത് നോക്കാത്ത ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ആദ്യം കുറച്ച് ടെൻഷനായി. അയ്യോ, ഇതെന്താ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണല്ലോ. അപ്പൊ അത് തന്നെ ടഫായപ്പോ എനിക്ക് കുറച്ച് പേടി തോന്നിയിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ആദ്യം ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ പിന്നെ ഞാൻ ഭയങ്കര ഒരു പേടി തോന്നിയത് ഞാനത് മാറ്റി വെച്ചു. ലാസ്റ്റ് അത് ടൈം കിട്ടിയപ്പോ ശരിയാക്കി. റെസ്പോൺസ് ഷീറ്റ് നോക്കിയപ്പോ നോക്കിയായിരുന്നു. ഒരു 3 ശരിയായി, 2 തെറ്റി 3 ശരിയായി. ഇന്നൊരു ദിവസം ഏകദേശം ഒരു 1000 കിലോമീറ്ററിനടുത്ത് യാത്ര ചെയ്യാനുണ്ടായിരുന്നു, അടൂരിൽ നിന്ന് വന്ന് തിരികെ പോകാനായിട്ട്. പക്ഷെ ശ്രീകുട്ടി അത്രത്തോളം എന്നെ ഇൻസ്പയർ ചെയ്തു. അപ്പൊ എനിക്ക് ഉറപ്പുണ്ട് ഈ നെറ്റ് എന്നുള്ള ജേർണിയില് കാര്യങ്ങൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താല് ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റും എന്ന് ശ്രീകുട്ടിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റില്ലേ? ഞാൻ കുറേ തവണ ഇവരോടൊക്കെ പറയുന്ന ശ്രീകുട്ടി, നമ്മുടെ ഓഫ്ലൈനിലെ കുട്ടികളോടായാലും അവിടെ കൊമേഴ്സിന്റെ ഇംഗ്ലീഷിന്റെ ഒക്കെ ബാച്ചുകളുണ്ട്, അവരോടും ഞാൻ എപ്പോഴും പറയുന്നത്. പക്ഷെ ഈ വിജയം എത്തിപ്പിടിച്ച ഒരാളെന്നുള്ള നിലയിൽ ശ്രീകുട്ടി പറഞ്ഞാല് അത് കുറച്ചുകൂടെ വില തരും എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ JRF നേടിയ ആളുകളുടെ അടുത്തെല്ലാം പോകുമ്പോൾ ഉള്ള എന്റെ ഒരു പ്രധാന ജെനുവിനായിട്ടുള്ള ഉദ്ദേശമാണ് അധ്യാപകം പറയുന്നതിനേക്കാൾ ഉപരി ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പറയുമ്പോൾ അതിനൊരു പടി വില മുൻതൂക്കം ഞാനാണെങ്കിലും കൊടുത്തേനെ. നമ്മൾ പോകുന്ന ജേണി മുന്നേ പോയി ജയിച്ച ഒരാൾ പറയാ, ഓക്കെ മക്കളെ ഇത് ചെയ്താല് നിങ്ങൾ ജയിക്കും. അങ്ങനെ ശ്രീകുട്ടിക്ക് നമ്മുടെ കുട്ടികളുടെ അടുത്ത് I+ന്റെ ഈ വീഡിയോ കാണുന്ന നെറ്റിന് തയ്യാറെടുക്കുന്ന എല്ലാവരോടുമായിട്ട് കോമൺ ആയിട്ട് പറയാനുള്ള 2-3 പോയിന്റുകൾ ശ്രീകുട്ടി നന്നായി ചെയ്തത് വിജയിച്ചു എന്ന് ഉറപ്പുള്ള അനുഭവമുള്ള കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം. ഞാനും ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പം നെറ്റ് കിട്ടുമെന്ന് വിചാരിച്ചേ ഉണ്ടായിരുന്നില്ല. ക്ലാസ്സിൽ നിന്നൊക്കെ ആണെങ്കിലും നമ്മൾ ജസ്റ്റ് നമുക്കൊക്കെ JRF എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദൂരത്തുള്ള ഒരു സാധനമാണ്. അപ്പോൾ ക്ലാസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, അയ്യോ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ JRF വാങ്ങുമോ എന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കളിയാക്കിയൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷെ ഇത് തുടങ്ങിയ ടൈമിൽ എനിക്ക് മനസ്സിലായത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ നെറ്റ് അല്ലെങ്കിൽ JRF എന്നുള്ളത്. നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്ന തൊട്ട് നമുക്ക് ആ ഒരു എഫേർട്ട് ഉണ്ടാവണം. അതായത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് പിന്നെയും നമ്മൾ മറക്കും, പിന്നെ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ച് തുടങ്ങുക. പിന്നെ റിവൈസ് ചെയ്യുക. റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കാരണം റിവൈസ് ചെയ്തില്ലെങ്കിൽ ഒരുപാട് സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്നതല്ലേ. ഇപ്പം ജനറലാണെങ്കിലും നമ്മൾ സബ്ജക്ട് പേപ്പറിലാണെങ്കിലും ഒക്കെ ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ മാക്സിമം നമ്മൾ റിവൈസ് ചെയ്യുക. പിന്നെ എക്സാമിൻ്റെ കുറച്ച് നാൾ മുന്നേ പുതിയ കാര്യങ്ങൾ പഠിക്കാതിരിക്കുക. അത് അതാണ് നമ്മൾ പഠിച്ചതും കൂടെ ഇല്ലാതായി പോകും. അപ്പോൾ നമ്മൾ പഠിച്ചത് പിന്നെ ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കുറച്ച് ദിവസങ്ങൾ കൺവെൻഷണൽ വിസ്ഡത്തിനെതിരാ. സാധാരണ എല്ലാവരും പരീക്ഷയുടെ തലയാഴ്ചയൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പഠിക്കാന്നാ ഞാൻ കണ്ടിട്ടുള്ളത്. ഈ പിള്ളേർ ഡൗട്ട് ഒക്കെ ചോദിക്കുന്ന കാണുമ്പോൾ നമുക്കറിയാം. എനിക്കത് അതായത് എക്സാമിനോട് അടുപ്പിച്ച് നമുക്ക് ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെ കൂടുന്ന ഒരു ടൈം ആയിരിക്കുമല്ലോ. അപ്പൊ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് രണ്ടും കൂടെ മിക്സ് ആയി പോവാനുള്ള 100% പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. കോമൺ സെൻസ് നോളജ് തന്നെയാ. നിങ്ങൾ കേട്ടില്ലേ, ആകെ എപ്പോഴും പറയുന്ന അതേ കാര്യങ്ങൾ: കൺസിസ്റ്റൻസി, റിവിഷൻ, ഏറ്റവും ഒടുവിലത്തെ സമയം പുതിയത് ക്രാം ചെയ്യാതെ പഠിച്ച ഷോർട്ട് നോട്ടുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കി പോവാ. ഞാൻ ഇടയ്ക്ക് കയറി തടസ്സപ്പെടുത്തിയില്ലല്ലോ. അപ്പോൾ താങ്ക് യു ശ്രീകുട്ടി, കുറേ സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചു. ഇൻസ്പിറേഷണലായിട്ട് കുറേ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഒറ്റമരങ്ങൾ ശ്രീകുട്ടിയുടെ പുസ്തകം നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുമെങ്കിൽ വാങ്ങുക. ശ്രീകുട്ടിയോട് പറയാനുള്ള കാര്യങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾക്ക് എൻ്റെ താഴെ രേഖപ്പെടുത്താം. ശ്രീകുട്ടി കാണുന്നുണ്ടാവും, വീഡിയോയുടെ താഴെ നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
അപ്പൊ ഇനി അടുത്ത ജേർണി PhD കടക്കുകയാണ്. നമ്മളൊരു ചെറിയ ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞല്ലോ. അതിനുള്ള ഗൈഡൻസും ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നൽകാം. അപ്പോൾ ഡോക്ടർ ശ്രീകുട്ടിയായി എത്രയും വേഗം വരാനാവട്ടെ. മുന്നോട്ടുള്ള ജേർണിയിലും എല്ലാം നന്മയുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു.